പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് ഈ നാളത്തെ പരീക്ഷൻ്റെ ഒരു റിവിഷൻ, ഒരു ആവർത്തന ക്ലാസ്സാണ്. 3 പാഠമാണ് നമ്മൾ എടുത്തത്. ഈ 3 പാഠത്തിനെ ഒന്ന് ചുരുക്കി വിവരിക്കുകയാണ്. ഈ വിവരണം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാം. അപ്പം എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഇവിടെ ശ്രദ്ധിക്കാം, കോണളവ്, ആംഗിൾ മെഷർമെൻ്റ് ആണ് ഒന്നാമത്തെ പാഠം. അതിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോണിൻ്റെ അളവുകൾ. ഇപ്പോൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ വരുന്ന കോണാണ് 90 ഡിഗ്രി. ഇതാണ് 90 ഡിഗ്രി. ശ്രദ്ധിക്കുക എല്ലാവരും, ഇതാണ് 90 ഡിഗ്രി. ഇനി ഇവിടെ ഈ കോണ് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ്. അതാ 90 ഡിഗ്രിയേക്കാൾ പൊളന്നിട്ടാള്, ഇങ്ങനെ വിടർന്നിട്ടാള്. അപ്പം ഇത് 90 ഡിഗ്രി കൂടുതലാണ്. ഇനി ഈ കോണ് നോക്കി, ഇത് 90 ഡിഗ്രി ഇങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് കൂടിയിട്ടാണ്. ഈ കോണിൻ്റെ വിരിവിനനുസരിച്ചാണ് ഡിഗ്രി ഉണ്ടാവുക. അപ്പോൾ 90 ഡിഗ്രി കുറവാണ്. അപ്പോൾ ഏത് കോണ് കണ്ടാലും 90 ഡിഗ്രിയാണോ, 90 ഡിഗ്രിയിൽ കൂടുതലാണോ, 90 ഡിഗ്രിയിൽ കുറവാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. വേറൊന്ന്, അതിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് അളന്ന് നോക്കാൻ അറിയണം. പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് പ്രൊട്രാക്ടർ വെച്ചിട്ട് എങ്ങനെ അളക്കുക എന്നുള്ളത് അറിയണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ കറക്റ്റ് ആ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ പോയിന്റ് കറക്റ്റിൽ വെച്ചിട്ട് അടിയിലുള്ള വരക്കും കറക്റ്റാക്കി വെച്ചിട്ട് നേരെ ഏത് ഡിഗ്രി കൂടെ പോകണം നോക്കണം. അപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും ഇത്. ഇങ്ങനെ വരുന്നത് രണ്ടളവ് നമുക്ക് കാണും പ്രൊട്രാക്ടറിൽ. രണ്ടളവിൽ ഏത് സ്വീകരിക്കണം എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് 90 ഡിഗ്രിയിൽ കുറവാണോ കൂടുതലാണോ. ഒരളവ് 90 ഡിഗ്രിയിൽ കുറവായിരിക്കും, ഒരളവ് 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഇത് 90 ഡിഗ്രി കൂടുതലായതുകൊണ്ട് ഇത് എന്തായാലും 90-ൽ കുറവുള്ള അളവ് വരില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അടുത്ത അളവാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. 90-ൽ കൂടുതലുള്ള അളവാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. അതേപോലെ ഇവിടെ നേരെ തിരിച്ച് 90-ൽ കുറവുള്ള അളവാണ് സ്വീകരിക്കേണ്ടത്. രണ്ടളവ് പ്രൊട്രാക്ടറിൽ കാണുന്നത് ഏത് സ്വീകരിക്കണം എന്നറിയാൻ ഏറ്റവും നല്ല മാർഗം അതാണ്. അപ്പോൾ ഇതാണ് ഒന്ന്. പിന്നെ അതിൽ വരുന്നത് ക്ലോക്കിൽ ഒരു സർക്കിൾ, ഒരു വൃത്തത്തിൻ്റെ മൊത്തം ഡിഗ്രി പറഞ്ഞ് 360 ഡിഗ്രിയാണ്. മൊത്തം 360 ഡിഗ്രിയാണ്. അപ്പോൾ ക്ലോക്കിനെ 12 ഭാഗമാക്കണത്. 12 മണിക്കൂറല്ലേ, 1 മുതൽ 12 വരെയാണ് എഴുതുന്നത്. 12 ഭാഗമാക്കണത്. അപ്പോൾ 360 നമ്മൾ 12 കൊണ്ട് ഹരിക്കുക. 360 12 കൊണ്ട് ഹരിക്കുക. അപ്പം 3 12 ആണ് 36. ഈ 0 കയറ്റിയത് 30. അപ്പം 30 ക്ലോക്കിലെ ഒരു സൂചിൻ്റെ അളവ്. ഇത് 12, ഇത് 1. 12 മുതൽ 1 വരെയുള്ള ഈ 1-ലാണെങ്കിൽ 30 ഡിഗ്രിയാണ്. അവിടെ 12ഉം 2ഉം ആണെങ്കിലോ 30ഉം 30ഉം 60 ആവും. അപ്പോൾ 1 2 12ഉം 3ഉം 3 മണിയാണെങ്കിൽ 30 30 30 30 60 90 ആവും. 4 മണിയാണെങ്കിൽ 120 അല്ലേ, 60 90 30 120. 5 മണിയാണെങ്കിൽ 150. 6 മണിയാണെങ്കിൽ നേരെ നിൽക്കും. അപ്പോൾ കോണൻ ഉണ്ടാവില്ല. 6 മണിയാകുമ്പോൾ നേരെ ഇങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോൾ കോണൻ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ കോണൻ ഉണ്ടാവില്ല. അപ്പോൾ ക്ലോക്കിൽ മനസ്സിലാക്കേണ്ടത് 30 ഡിഗ്രിയാണ് ഒരു 12-ൽ നിന്ന് അടുത്ത 1-ലേക്കുള്ള അകലം. 1-ൽ നിന്ന് 2-ലേക്കുള്ള അകലം 30 ഡിഗ്രിയാണ്. അപ്പോൾ ഓരോ നമ്പറിൻ്റെ ഇടയിലുള്ള അകലം 30 ഡിഗ്രിയാണ്. അതെങ്ങനെ കിട്ടി? 360-നെ 12 കൊണ്ട് ഹരിച്ചു, ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ, ഇത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? ഈ 12-ൻ്റെയും 1-ൻ്റെ ഇടയിൽ ഇതാണ് ഇങ്ങനെ 1 മണിയാണ് നിൽക്കുക. ഇത് വൃത്തത്തിൻ്റെ എത്ര ഭാഗം? 30/60. 30/360. 30/360. ഇത് 30. ടോട്ടൽ എത്ര? 360. ഒരു വൃത്തം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ടോട്ടൽ 360 ഡിഗ്രിയാണ്. അതിൽ 30, 360-ൽ 30, 30/360, 30/360. ഇപ്പോൾ ഇത് എത്ര ഭാഗമാണെന്ന് ചോദിക്കും.
ഈ 30 എത്ര ഭാഗാന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 30 ഇപ്പൊ 2 ഉണ്ടെങ്കിലോ 60/360. 30/360 ഇങ്ങനെ എഴുതിയിട്ട് എത്ര ഭാഗം എന്ന് വെച്ചാൽ ഇതിനെ ചെറുതാക്കുക. 30 എത്ര 30 ഉണ്ട്? ഒരു 30. 360 12. അപ്പം 1/12 ഭാഗം. ക്ലോക്കിന്റെ അല്ലെങ്കിൽ ഒരു വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് ഇതെന്ന് ചോദിച്ചാൽ, ഈ കോണം ചോദിച്ചാൽ 30/360. 30/360 ചെറുതാക്കിയാൽ 30 ഒരു 30, 360 12 30. അപ്പോൾ 1/12 ആണ്. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കുക. ഇനി ഇവിടെ 60 ആണെങ്കിലോ 60/360. അപ്പൊ 60 എത്ര 60 ഉണ്ട് നോക്കുക. ഒരു 60. 360 എത്ര ഉണ്ട്? 6 60. അപ്പൊ 1/6 ഭാഗം. അപ്പൊ എത്ര ഭാഗം, എത്ര പാർട്ട് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിലേക്ക് ഹൗ മെനി പാർട്സ് എന്നാ, എത്ര പാർട്ട്. അപ്പോൾ 6ൽ ഒരു ഭാഗമാണ്. അപ്പൊ ക്ലോക്ക് അതുപോലെ വൃത്തം ഇത് 360 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കുക. ക്ലോക്കിൽ ഒരു അക്കത്തിൽ നിന്ന് അടുത്ത അക്കത്തിലുള്ള ഈ അകലം 30 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കുക. ഇതാണ് പിന്നെ ഇതിൽ ഒന്നാമത്തെ പാഠത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്. വേറൊരു പോയിന്റ് നമ്മൾ സെറ്റ് സ്ക്വയർ ആണ്. ഈ സെറ്റ് സ്ക്വയറിൽ ഇതിന്റെ ഇതാണിത്. ഈ ഭാഗം 60 ഡിഗ്രിയായി. ഈ കോൺ 60 ഡിഗ്രി, ഈ കോണ് 30 ഡിഗ്രി, ഈ കോണ് 90 ഡിഗ്രിയാണ്. ഇത് കണ്ടല്ലേ കറക്റ്റ് നേരെ പോണ ഡിഗ്രിയാണ്. കണ്ടല്ലേ നേരെ ഇങ്ങനെ കണ്ടേ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതുണ്ടല്ലേ ഇത് ഇങ്ങനെ നേരെ ലെവലിലുള്ള ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി. അപ്പോൾ ഇത് സെറ്റ് സ്ക്വയറിൻ്റെ ഇത് 90 ഇത് 60 ഇത് 30 മനസ്സിലാക്കുക. അതേപോലെ സെറ്റ് സ്ക്വയറിൻ്റെ ഈ സെറ്റ് സ്ക്വയറിനെ കണ്ടാൽ ഇത് ഇവിടെ നേരെയാണ്, ഇവിടെ നേരെ കുത്തനുള്ള ഡിഗ്രിയാണ് ഇത് അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ കോണാണ്, സമാണ്. ഇപ്പം 90 ഇത് 45 ഇത് 45. ഒരു ത്രികോണത്തിന്റെ 3 വശം കൂടി കൂട്ടിയാൽ 180 കിട്ടണം. അതും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. 180. ഇവിടെ 90 60 150 150 30 180. 45 45 90 90 90 180. ഏത് ത്രികോണത്തിൻ്റെയും 3 കോണുകളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം ഇത്രയാണ് ആംഗിൾ മെഷർമെന്റ് ഓഫ് ആൻ ആംഗിൾ എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തതിൽ ശരാശരിന്റെ ഒരു ചുരുക്ക രൂപം മാത്രമാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയ രൂപം നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ്. ഇപ്പം നമുക്കിങ്ങനെ ഒരു കള്ളി തന്നു, എണ്ണം തരും, ആകെ തരും, ശരാശരി. ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്ന, ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നില്ല. ഇപ്പോൾ എണ്ണം 10 തന്നു, ആകെ 200 തന്നു, ശരാശരി. ആകെ നമുക്ക് ചിലപ്പോൾ കുറേ സംഖ്യകൾ തന്നാൽ എല്ലാം കൂടി കൂട്ടണം. കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ടോ ആ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇവിടെ എണ്ണും ടോട്ടലൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ശരാശരി കണ്ടാൽ മതി. അപ്പോൾ ആദ്യം ശരാശരി കാണാം. അപ്പോൾ ഈ ശരാശരി കാണാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ബൈ നമ്പറാണ്, ആകെ ബൈ എണ്ണാണ്. അപ്പോൾ ആകെ 200, 200നെ 10 കൊണ്ട് ഹരിക്കണം. 200നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? 200 എത്ര 10 ഉണ്ട്? 20 കിട്ടി. ഇനി അടുത്ത കണക്കുകളിൽ എണ്ണം തന്നില്ല, ആകെ തന്നാണ്, ശരാശരി തന്നാണ്. ഇവിടെ നമ്മൾ ഹരിക്കുക വേണ്ടേ? കാരണം ഇവിടെ നമുക്ക് 10 അല്ല കിട്ടണ്ടേ. 200നെ 20 കൊണ്ട് ഹരിച്ചാലാണ് 10 കിട്ടുക. അപ്പം എണ്ണം കാണാനും ശരാശരി കാണാനും ഹരിക്കുക വേണ്ടത്, ഡിവൈഡ് ചെയ്യാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പം 200നെ 20 കൊണ്ട് ഹരിച്ചാൽ കിട്ടി 10 കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ആകെ കാണണം. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ വരിക. ഹരിച്ചാൽ ഒരിക്കും വലിയ സംഖ്യ കിട്ടില്ല, ചെറിയ സംഖ്യ കിട്ടുക. അപ്പം വലിയ സംഖ്യ കിട്ടണമെങ്കിൽ ഗുണിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. ആകെ കാണണമെങ്കിൽ ഗുണിക്കണം. അപ്പം 20നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടി? 200. ഇതാണ് ശരാശരിയിൽ ഒരു മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ്. അടുത്തത് ഈ ഫ്രാക്ഷന്റെ പാടാണ്. ഭിന്നസംഖ്യകൾ ഗുണനവും ഹരണവും ആണ് നമ്മൾ ഇതിൽ കാര്യമായിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുന്നത്,
3/7 ഭാഗം ഒരു മാങ്ങയുടെ 3/7 ഭാഗം എ തിന്നു, ബാക്കി എത്ര? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫ്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ വേഗം കിട്ടും. ഭിന്നസംഖ്യകൾ 7ൽ 3 ഭാഗം, ഒരു മാങ്ങ 7 ഭാഗമാക്കി അതിൽ 3 ഭാഗം എ എന്ന ആൾ തിന്നു. അപ്പോൾ 7ൽ ഇനി എത്ര ഭാഗം ഉണ്ടാവും? 7ൽ 7 മുഴുവൻ, അതിൽ 7ൽ 3 തിന്നു. അപ്പോൾ 7ൽ നിന്ന് 7ൽ 3 കുറക്കണം ബാക്കി കിട്ടണമെങ്കിൽ. 7ൽ 7 മുഴുവൻ, അപ്പോൾ അതിൽ 7ൽ 3 തിന്നു. അപ്പോൾ 7 ഇപ്പോൾ ഒരേ ഛേദമാണെങ്കിൽ നമ്മൾ ഛേദം ഒന്നാക്കൊന്നും വേണ്ട, ഒരേ ഛേദമാണെങ്കിൽ ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ ഡയറക്റ്റ് കുറയ്ക്കാം. അപ്പോൾ 7ന്ന് 3 കുറച്ചാൽ എത്ര? 4. ഇവിടെ കുറയ്ക്കാൻ പാടില്ല കേട്ടോ, ഇവിടെ കുറയ്ക്കാനോ കൂട്ടാനോ പാടില്ല, കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഒരേ ഡിനോമിനേറ്റർ ആണെങ്കിൽ. അപ്പോൾ 7ന്ന് 7 തന്നെ. അപ്പോൾ 7ൽ 3 ഭാഗം തിന്നു, ബാക്കി എത്ര വെച്ചാൽ 7ൽ 4 ഭാഗമാണ്. 7ൽ 3 ഒരു മാങ്ങ 7 ഭാഗമാക്കി, അതിൽ 3 ഭാഗം നിന്നാൽ ബാക്കി എത്ര ഭാഗം അവിടെ ഉണ്ടാവും? 4 ഭാഗം അവിടെ ഉണ്ടാവില്ലേ? അപ്പോൾ 7ൽ 3 ഭാഗം തിന്നു പറഞ്ഞാൽ ബാക്കി 7ൽ 4. അത് നമുക്ക് ഇങ്ങനെ കുറച്ച് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് കണ്ടിരിക്കാം. 7ൽ 4 ഭാഗം, ആൻസർ 7ൽ 4 ഭാഗം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ബാക്കിയുടെ അഥവാ ബാക്കി എത്രയുള്ള 7ൽ 4, ബാക്കിയുടെ 1/4 ഭാഗം ബി തിന്നു. ബാക്കിയുടെ 1/4, ബാക്കി എത്രയാണ്? 4/7. ബാക്കിയുടെ 1/4, ബാക്കിയുടെ 1/4. ആ ബാക്കിയുടെ 1/4 എന്ന് പറഞ്ഞാൽ ബാക്കിൻ്റെ 1/4 എൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. ബാക്കിൻ്റെ 1/4 ആര് തിന്നു? ബി തിന്നു. ആ ബാക്കി അപ്പോൾ 4/7 ബാക്കിയുള്ളത്, അതിന് 1/4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഗുണിച്ചു നോക്കുക, ഒരു 4. അപ്പം ഗുണനം എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞത് ഭിന്നസംഖ്യൻ്റെ ഗുണനം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഗുണിക്കുകയാണ്, ഒന്നും നോക്കണ്ട, നേരിട്ട് ഗുണിക്കുക. 4 1 4, 7 4 28. ഈ 4/28 ചെറുതാക്കാം. 4ൽ ഒരു 4, 4 കൊണ്ട് ചെറുതാക്കാം. 28ൽ 7 4. അപ്പോൾ 1/7 നമുക്ക് ആൻസർ കിട്ടുക. അപ്പം ബി തിന്നത് എത്ര? 1/7. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എയും ബിയും കൂടി തിന്നത് എത്ര? എയും ബിയും കൂടി തിന്നത് എത്ര? എത്ര തിന്നത്? എത്ര തിന്നത്? 3/7. 3/7 എ തിന്നത്. ബി എത്ര തിന്നത്? പ്ലസ് 1/7. 1/7 എവിടെയും ഡിനോമിനേറ്റർ തുല്യമാണ്, ഈക്വൽ ആണ്. നമ്മുടെ ഒന്നും ചെയ്യണ്ട, ആ 7 തന്നെ അവിടെ ഇടുക. എന്ത് കൂട്ടിയാൽ മതി? അംശങ്ങൾ മാത്രം കൂട്ടുക. അപ്പോൾ ഡിനോമിനേറ്റർ 1 ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? കൂട്ടണ്ട. ഈ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്, എങ്ങനെ ചെയ്യാന്നുള്ളത് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? പിന്നെ ഈ 7 ഇവിടെ ഗുണിക്കുക, ഇവിടെയുള്ള ഡിനോമിനേറ്റർ ഇവിടെ ഗുണിക്കുക, എന്നിട്ട് ഛേദം ആദ്യം 1 ആക്കണം. ആദ്യം ഡിനോമിനേറ്റർ 1 ആക്കണം. 1 ആക്കിയിട്ട് പിന്നെ മുകളിലുള്ളത് കൂട്ടുക, ഡിനോമിനേറ്റർ അത് തന്നെ എഴുതുക എന്നുള്ള. അത് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാകാത്തവർക്ക് ഈ ഭിന്നസംഖ്യൻ്റെ ഒരു റിവിഷനും കൂടി, മൊത്തമായിട്ടുള്ള റിവിഷൻ ഞാൻ എടുക്കും ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം. അപ്പം 3ഉം 1ഉം കൂട്ടുക 4. ഈ 7 കൂട്ടാൻ പാടില്ല, 7 തന്നെ. അപ്പം 4/7. 4/7 രണ്ടാളും കൂടി തിന്നത്. ഇനി ബാക്കി എത്ര ഉണ്ട്? 3/7 ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് ഭിന്നസംഖ്യയുടെ ഒരു ഭാഗം. ഇനി ഇതിൻ്റെ ഗുണനങ്ങൾ മനസ്സിലാക്കണ നേരിട്ട് ഗുണിക്കണം. ഏത് ഗുണനം വന്നാലും നേരിട്ട് ഗുണിക്കുക. ഇനി നമ്മൾ ഡിവിഷനിലേക്ക് പോവാം. ഡിവിഷൻ ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ചു. ഡിവിഷന് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം ഓർമ്മിക്കണം. അപ്പൊ 50ൽ എത്ര 1/2 ഉണ്ട്? എത്ര 1/2 ഉണ്ട്? 50ൽ എത്ര 1/2 ഉണ്ട്? അരയുണ്ട്. 1/2 പറഞ്ഞാൽ അരല്ലേ? ഒരു മാങ്ങനെ 2 ഭാഗമാക്കി അതിലൊരു ഭാഗം 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 50 ഹരിക്കണം 1/2 ഇട്ടു. ഇതിന്റെ വ്യുൽക്രമം കാണണം, റെസിപ്രോക്കൽ കാണണം. ഹരിക്കണം എന്നുള്ള എന്താക്കണം? ഗുണിക്കണം എന്നാക്കുക. എന്നിട്ട് 1/2 എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ തല തിരിച്ചിടുക. അപ്പോൾ 1/2 തല 2/1 ആവും. ഇനി എന്ത് ചെയ്യുക? നേരിട്ട് ഗുണിക്കുക. 50 2
100 ബൈ ഇവിടെ എന്താ ഉണ്ടോ? ഇവിടെ ശരിക്കും ബൈ 1 അവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ബൈ 1 100/1. അപ്പോൾ ആൻസർ എത്ര? 100/1 ആണ് 100 തന്നെയാണ് ആൻസർ. 100 തന്നെയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 10/1 എത്ര 1/4 ക്വാർട്ടർ കാലുണ്ട്? ആദ്യം 10 മാറ്റണം, മാറ്റി എഴുതണം. എങ്ങനെ? 10 2 20 20ഉം 1ഉം 21 ഇങ്ങനെ മാറ്റി എഴുതാൻ പഠിക്കണം. 10 2 20 20ഉം 1ഉം 21 21 ബൈ ഏതെന്നെ ഡിനോമിനേറ്റർ? ഈ 2 തന്നെ. ഇതിനെ മാറ്റി ചെയ്ത കേട്ടോ. 10 2 20 20ഉം 1ഉം 21 മുകളിലിടുക. ഈ 1 കൂട്ടാൻ മറക്കരുത്, മറന്നാൽ തെറ്റി. 21 ബൈ ഇതേ ഡിനോമിനേറ്റർ 2 ഹരിക്കണം 4 അല്ലേ? ഹരിക്കണം എന്നുള്ള എന്താക്കുക? ഗുണിക്കണം എന്നാക്കുക. ഇനി 1/4 റെസിപ്രോക്കൽ കാണണം. അപ്പോൾ 4/1 കിട്ടി. ഇനി 21 എത്ര 4 ഉണ്ട്? അല്ല, ഇവിടെ ഗുണിക്കുക വേണ്ടിട്ടോ. എത്ര 4 ഉണ്ട് എന്നല്ല, 21 4 കൊണ്ട് ഗുണിക്കണം. ഗുണിക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് ഗുണിക്കുകയാണ്. 4 21 4 20 80ഉം 84 വരും അല്ലേ? 84 2 1 2 ഉണ്ടല്ലേ? 4 21 4 20 80 4 1 4 84/2 1 2 80. ഈ 84 2 കൊണ്ട് ഹരിക്കണം. 84 എത്ര 2 ഉണ്ട്? 84 ഹരിച്ചു നോക്കി എത്ര കിട്ടും? 8ൽ 4 2ഉം 4 2. അപ്പോൾ 42ന്റെ 84ന്റെ പകുതിയല്ലേ 42/2. അപ്പോൾ 42 1/4 ഉള്ളത്. അപ്പോൾ 1ൽ 4, 10ൽ 10 4 40, പിന്നെ അരയിൽ 2ഉം ആകെ 42/4 എന്തിലുണ്ടാവുക? 10/1 ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ പിന്നെ ഹരിക്കൽ എങ്ങനെ, ഗുണിക്കൽ എങ്ങനെ എന്നുള്ളതും നിങ്ങൾ പഠിച്ചേക്കണം. ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാത്സ് പരീക്ഷയിൽ 50ൽ 50 വാങ്ങാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ശരിക്കും കണ്ട് മനസ്സിലാക്കുക. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വേറെ ചെയ്തു നോക്കുക. എന്നിട്ട് നാളെ എക്സാമിന് ഒരുങ്ങി വരിക.